ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാനൊരു വാനില കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നത്. വാനില ക്രീം കേക്ക്. ഞാൻ ആദ്യമായിട്ടാണ് ഈ കേക്ക് തയ്യാറാക്കി നോക്കുന്നത്. ഫസ്റ്റ് ട്രയൽ തന്നെ എൻ്റെ കേക്ക് സക്സസ് ആയി വന്നിട്ടുണ്ട്. അതുകൊണ്ട് ആ റെസിപ്പി നിങ്ങളുമായി ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. നമുക്ക് നോക്കാം ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തെല്ലാമെന്ന്. വളരെ സിമ്പിൾ റെസിപ്പിയാണ്. ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സുമായി ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുന്ന അടുത്ത് തന്നെ ഒരു ബെല്ലൈക്കൺ കാണാം. അതുകൂടി നിങ്ങൾ എനേബിൾ ചെയ്താൽ മാത്രമേ ഞാൻ ഇടുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുകയുള്ളൂ. ഇനി നമുക്ക് ഇൻഗ്രീഡിയൻസ് എന്തെല്ലാമെന്ന് നോക്കാം. 1 കപ്പ് മൈദ. 1 കപ്പ് മൈദ 250 ഗ്രാം ആണ്. അതുപോലെ 1/2 കപ്പ് ഷുഗർ, 1/2 കപ്പ് മിൽക്ക്, 1/2 കപ്പ് റിഫൈൻഡ് ഓയിൽ. ഇനി വേണ്ടത് 3 മുട്ട, 1 ടേബിൾ സ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1 ടീസ്പൂൺ വാനില എസൻസ്, 1 പിഞ്ച് സോൾട്ട്. 3 മുട്ട, എഗ് യോക്കും അതുപോലെ എഗ് വൈറ്റും സെപ്പറേറ്റ് ചെയ്തതാണ് വേണ്ടത്. ഇതാണ് നമുക്ക് കേക്ക് ബാറ്റർ തയ്യാറാക്കാൻ വേണ്ട സാധനങ്ങൾ. ഇനി നമുക്ക് എഗ് വൈറ്റും എഗ് യോക്കും സെപ്പറേറ്റ് ചെയ്തെടുക്കാം. എഗ് യോക്കും എഗ് വൈറ്റും സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. എഗ് യോക്ക് നന്നായി ബീറ്റ് ചെയ്തെടുക്കാം. അങ്ങനെ എഗ് യോക്ക് നന്നായി ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 1/2 കപ്പ് പൗഡർ ഷുഗർ ഇട്ട് കൊടുക്കാം. അതിട്ട് ഒന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ആ ഷുഗർ ഒന്ന് മെൽറ്റ് ആയ ശേഷം റിഫൈൻഡ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. 1/2 കപ്പ് റിഫൈൻഡ് ഓയിലും കൂടി ഒഴിച്ച് ഒന്നുകൂടി നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഒരു വിസ്ക് വെച്ച് നന്നായി കൈയോട് മിക്സ് ചെയ്താൽ മതി. ഇനി അടുത്തതായി 1 ടീസ്പൂൺ വാനില എസൻസ് ഒഴിച്ചു കൊടുക്കാം. ഒന്നുകൂടി മിക്സ് ചെയ്തെടുക്കാം. ഇനി അടുത്തതായി 1 ടേബിൾ സ്പൂൺ ബേക്കിംഗ് പൗഡറും കൂടി ഇട്ട് കൊടുക്കാം. ഒന്നുകൂടി മിക്സ് ചെയ്തെടുക്കാം. 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും 1 പിഞ്ച് സോൾട്ട് ഇട്ട് ഒന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കാം. അടുത്തതായി നമുക്ക് ചേർക്കാനുള്ളത് മൈദയാണ്. അല്പം മൈദ എടുത്ത് നമുക്ക് ഈ കൂട്ടിലൊന്ന് മിക്സ് ചെയ്തെടുക്കാം. കട്ടിയായി വരുമ്പോൾ നമ്മൾ ഒരല്പം പാലൊഴിച്ച് ഒന്ന് ലൂസാക്കി എടുക്കാം. അങ്ങനെ ഈ 1 കപ്പ് മൈദ ഈ ബാറ്ററിയിൽ നമുക്ക് ഈ പാല് ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ മൈദ മിക്സ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് എഗ് വൈറ്റ് ബീറ്റർ വെച്ച് നന്നായി ബീറ്റ് ചെയ്തെടുക്കാം. ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ആയതിനു ശേഷം ഒരു 4 ടേബിൾ സ്പൂൺ പൗഡർ ഷുഗർ ഇട്ട് ഒന്ന് നന്നായി ബീറ്റ് ചെയ്ത് നല്ല ഫ്ലഫി ആകുന്നത് വരെ ബീറ്റ് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മളെ എഗ് വൈറ്റ് നല്ല ഫ്ലഫി ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മൈദ മിക്സിലേക്ക് ഒരല്പം ഇട്ട് ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. ഈ മൈദ മിക്സിലേക്ക് ഇട്ട് ഒന്ന് ഫോൾഡ് ചെയ്തെടുത്താൽ മതി.
നമ്മുടെ കേക്ക് ബാറ്റർ നല്ല ഫ്ലഫി ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് കേക്ക് ഉണ്ടാക്കുന്ന മോൾഡിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാൻ അടിയിൽ ഫോയിലാണ് വെച്ചിട്ടുള്ളത്. അതേപോലെ അതിന്റെ സൈഡിലും ഫോയിൽ വെച്ചിട്ടുണ്ട്. സൈഡ് ഈ ബ്രൗൺ കളർ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇതിന്റെ ബബിൾസ് എല്ലാം നമുക്ക് കളയാം. ഒന്ന് ടാപ്പ് ചെയ്ത് ബബിൾസ് എല്ലാം കളയാം. നമ്മുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഓവനിലോട്ടേക്ക് വെക്കാം. 160 ടെമ്പറേച്ചറിലാണ്. 30 മിനിറ്റ് ആണ് ബേക്കിംഗ് ടൈം. അങ്ങനെ നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ട്. നമുക്കത് ഓവനിൽ നിന്ന് മാറ്റാം. ഇതിന്റെ അടിഭാഗം നല്ല സോഫ്റ്റിൽ വന്നിട്ടുണ്ട്. ബ്രൗൺ കളറോ ഇതൊന്നും ആയിട്ടൊന്നുമില്ല. സൈഡും നന്നായി നല്ല സ്പോഞ്ച് പോലെയുള്ള നല്ല കേക്കാണിത്. ഇനി നമുക്കിതൊരു 3 ലെയറായി കട്ട് ചെയ്ത് മാറ്റാം. അര കപ്പ് ഷുഗറിൽ 1 ഗ്ലാസ് വെള്ളം ഒഴിച്ച് നന്നായി തിളപ്പിച്ചെടുത്തതാണ്. ആ ഷുഗർ സിറപ്പാണിത്. അത് നമുക്ക് കേക്കിലേക്ക് ബ്രഷ് ചെയ്ത് കൊടുക്കാം. കേക്കിന്റെ എല്ലാ വശത്തും നന്നായി ഈ ഷുഗർ സിറപ്പ് ബ്രഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതൊന്ന് മാറ്റി വെച്ചിട്ട് നമുക്ക് വിപ്പിംഗ് ക്രീം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. 1.5 കപ്പ് വിപ്പിംഗ് ക്രീമാണ് ഞാൻ എടുത്തത്. ഇതിൽ തന്നെ ഷുഗർ ആഡ് ചെയ്തുകൊണ്ട് നമുക്ക് ഇനി പ്രത്യേകമായിട്ട് ഷുഗർ വേറെ ആഡ് ചെയ്യേണ്ടതില്ല. ഇതിൽ തന്നെ ഷുഗർ ഉള്ളതാണ്. നന്നായി ഒന്ന് ബീറ്റ് ചെയ്ത് മാറ്റി വെക്കാം. നമ്മുടെ വിപ്പിംഗ് ക്രീം തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മളെ കേക്ക് നമുക്ക് പാസ്റ്റർ ചെയ്തെടുക്കാം. ഇതിന്റെ ബേസിലേക്ക് ഫസ്റ്റ് കുറച്ച് ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കാം. വിപ്പിംഗ് ക്രീം അപ്ലൈ ചെയ്തതിനു ശേഷം 1 ലെയർ കേക്ക് നമുക്ക് വെച്ചുകൊടുക്കാം. അതിലേക്ക് ഐസിങ്ങിന് ആവശ്യമുള്ള വിപ്പിംഗ് ക്രീം ഒഴിച്ച് ഒന്ന് നന്നായി സ്പ്രെഡ് ചെയ്തെടുക്കാം. അങ്ങനെ ഓരോ ലെയറും ഇതേപോലെ വിപ്പിംഗ് ക്രീം വെച്ച് നന്നായി സ്പ്രെഡ് ചെയ്ത് ഓരോ ലെയറും നമുക്ക് ഫില്ല് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ ലാസ്റ്റ് ലെയറും നമ്മൾ ഐസിങ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്കൊരു ചെറിയ ഫ്ലവറും കൂടി ഡിസൈൻ കൊടുക്കാം. ഐസിങ് കഴിഞ്ഞതിന് ശേഷം 2 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചതായിരുന്നു. 2 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചിട്ട് എടുത്തതാണിത്. അതിന് ശേഷമാണ് ഞാനിതിന് ഫ്ലവറിന്റെ ഡിസൈൻ കൊടുക്കുന്നത്. ഒരു ഓറഞ്ച് കളറാണ് ഞാനിവിടെ കളർ കൊടുക്കുന്നത്. വലിയ ഡെക്കറേഷൻ ഒന്നുമില്ല. ഒരു ചെറിയ ഫ്ലവർ കൊടുത്ത് അങ്ങനെ നമ്മുടെ കേക്ക് റെഡി ആയി കഴിഞ്ഞു. എല്ലാം ട്രൈ ചെയ്ത് നോക്കണം. ഓക്കെ, ബൈ ഫ്രണ്ട്സ്.